കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന കട്ടപ്പന നഗരസഭ വനിതാ സഹകരണ സംഘത്തിൽ പൈസ നിക്ഷേപിച്ചവർക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുക തിരികെ ലഭിച്ചിട്ടില്ലെന്ന പരാതിയുമായി വൃദ്ധ ദമ്പതികൾ രംഗത്ത്. പോത്താനിക്കാട് കൈപ്പനാനിക്കൽ കെ ജോസഫ്, ഭാര്യ റോസക്കുട്ടി എന്നിവരാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നിക്ഷേപിച്ച തുക ഇതുവരെ ഇവർക്ക് ലഭിച്ചിട്ടില്ല. പോത്താനിക്കാട് സ്വദേശികളായ ജോസഫും ഭാര്യ റോസക്കുട്ടിയും കട്ടപ്പനയിൽ മകന്റെ വീട്ടിലെത്തിയപ്പോഴാണ് വർഷങ്ങൾക്കു മുമ്പ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന കട്ടപ്പന നഗരസഭ വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ തുക നിക്ഷേപിച്ചത്. 2022 25,000 രൂപയാണ് നിക്ഷേപിച്ചത്. ഇതിന് 7.5% പലിശ നൽകാമെന്ന ഉറപ്പിലാണ് പൈസ നിക്ഷേപിച്ചത്. തുടർന്ന് 2023 30,000 രൂപ കൂടി നിക്ഷേപിച്ചു. ഇതിന് 8% പലിശ നൽകാമെന്നാണ് പറഞ്ഞത്. എന്നാൽ തുക നിക്ഷേപിച്ചതിനു ശേഷം പലിശ പോലും ലഭിച്ചിട്ടില്ല. നിലവിൽ വർഷങ്ങളായി നിക്ഷേപത്തുകയെങ്കിലും തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് നാളുകളായി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പടി കയറിയിറങ്ങുകയാണ് വൃദ്ധ ദമ്പതികൾ. ഞങ്ങളൊരു 15 പ്രാവശ്യവും എത്ര പ്രാവശ്യം നടന്നു പറയുന്നത് ഇവിടെ പൈസ ഇല്ല, ഇവിടെ പൈസ ഇല്ല, ഒന്നും ഒരവധിയും പറയില്ല. ഇത്ര നേരം ഇരുന്നിട്ട് ഇവിടെ വരയ്ക്കാൻ തുടങ്ങി, പാട്ടിണി ഇരിക്കുകയായിരുന്നു. കൃഷിപ്പണിയടക്കം ചെയ്ത് സ്വരുക്കൂട്ടിയ തുകയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. വാർദ്ധക്യ ബുദ്ധിമുട്ടുകൾ അലട്ടുന്ന ഇവർ തങ്ങൾ നിക്ഷേപിച്ച പൈസ തിരികെ ലഭിക്കാതായതോടെ വലിയ പ്രതിസന്ധിയിലാണ്. ഞങ്ങൾ ആദ്യമൊക്കെ വന്നു, എന്നാലും ഒന്നുമില്ലെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാം വട്ടം വന്നപ്പോൾ പിന്നെ ഞാൻ വന്നു. ഒരു 30 ദിവസം കഴിഞ്ഞപ്പോൾ വന്നു. പിന്നെ ഒരു 6 പ്രാവശ്യം വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 5,000 രൂപ എങ്കിലും തരാൻ ഞാൻ പറഞ്ഞു. എന്നിട്ട് അതിന് കിട്ടിയില്ല, അതിൻ്റെ പൈസ പോലും തന്നില്ല. പിന്നെ ഒരു 10,000 രൂപ 5 മാസം മുന്നേ വരാമെന്ന് പറഞ്ഞായിരുന്നു. അതൊന്നും ചോദിച്ചിട്ട് തന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ 5,000 രൂപ വിളിച്ചു. നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മുസ്ലിമിലായി സ്വീകരിച്ചു ചെയ്യുന്നത്. സമാന രീതിയിൽ നിക്ഷേപിച്ച മറ്റ് നിക്ഷേപകർക്കും നിക്ഷേപത്തുക തിരികെ ലഭിക്കാനുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നാണ് ഇവർ പറയുന്നത്. എന്താണിതിന് കാരണമെന്ന് ചോദിക്കുമ്പോൾ തങ്ങൾ പുറത്തു ലോൺ കൊടുത്ത തുകകൾ തിരികെ ലഭിക്കാത്തതാണ് കാരണമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നതെന്ന് ഇവർ പറയുന്നു. നിലവിൽ 55,000 രൂപയോളം നിക്ഷേപത്തുക ഇവർക്ക് ലഭിക്കാനുണ്ട്. ബാങ്കിലെ മുൻ സെക്രട്ടറിയാണ് ലോൺ കൊടുത്തതെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞതായി ഇവർ പറയുന്നു. എന്നാൽ ഈ തുകകൾ ഒന്നും തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് നിക്ഷേപകർക്ക് അവർ മുടക്കിയ തുക തിരികെ നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരിക്കുന്നതെന്നും 1.5 കോടിയോളം രൂപ കടമുണ്ടെന്നും സൊസൈറ്റി അധികൃതർ പറഞ്ഞതായി വൃദ്ധ ദമ്പതികൾ പറഞ്ഞു. നിക്ഷേപത്തുക തിരികെ ലഭിക്കാത്ത പക്ഷം നിയമ നടപടിയടക്കമുള്ള മാർഗങ്ങളിലേക്ക് നീങ്ങാനാണ് വൃദ്ധ ദമ്പതികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.